ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ വെക്കേഷനിൽ വന്ന നാട്ടിൽ നിന്ന്. എല്ലാവർക്കും ഇവിടെ എത്തിയപ്പോൾ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കോൾഡൊക്കെ പിടിക്കപ്പെട്ടു. ഞങ്ങളുടെ വെക്കേഷൻ ഓക്കെ ആയിരുന്നു, പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര ഇതായില്ല. കാരണം കുഞ്ഞ് ഹോസ്പിറ്റലൈസറൊക്കെ ആയിരുന്നു. കുഞ്ഞിന് അവിടെ എത്തിയിട്ട് ന്യൂമോണിയ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒന്നൊന്നര ആഴ്ചയൊക്കെ ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ബാക്കി വീട്ടുകാർക്ക് അവർക്കൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ട്രാവലിങ്ങും കാര്യങ്ങളൊന്നും അധികം നടന്നില്ല. പിന്നെ കുറച്ചൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ ഇരുന്നു. ഇപ്പം നാട്ടിലേക്ക് പോകണവർ വളരെയധികം ശ്രദ്ധിക്കുക. അവിടെയൊക്കെ ഒരുപാട് ന്യൂമോണിയയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ അസുഖം നാട്ടിലത്തെ. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നെ അത് ഡ്രാഗ് ചെയ്തിട്ട് വേറെ അസുഖങ്ങളിലേക്കൊക്കെയാണ് ചെല്ലുന്നത്. ഇപ്പൊ കുഞ്ഞുവിനെ ഉണ്ടായത് ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ BP ലോ ആവുക, അതേപോലെ തന്നെ ഷുഗർ ഡൗൺ ആയി പോവുക. ഇതൊക്കെയായിരുന്നു മറ്റുള്ളത്. 1-2 പ്രാവശ്യമൊക്കെ ടൗണിലും അവിടെ ഇവിടെ ഒക്കെ ഇട്ട് തലകറങ്ങി നിലത്ത് വീണു മൂപ്പര്. അപ്പോൾ അവിടെ പറയുന്നത് കുറെ പേരൊക്കെ മരിച്ചിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ നമ്മുടെ ഏരിയയിൽ തന്നെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുണ്ട് ഈ ന്യൂമോണിയ ആയിട്ട്. അതേപോലെ ഇപ്പൊ അത് പറയുന്നത് കൊറോണയുടെ എന്തോ ആണ്, മറ്റൊരു ഇതാണ് എന്നാണ് അവർ പറയണത്. ന്യൂമോണിയ സാധാരണ നമുക്ക് ഇപ്പൊ കൊറോണ ഇതാണല്ലോ സംഭവം, ഈ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും. പക്ഷെ ഇത് കുറച്ചും കൂടി കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ കുഞ്ഞിനുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വളരെ കെയർഫുൾ ആവുക. പിന്നെ ഭയം കൊണ്ട് പിള്ളേർക്കൊന്നും ഈ പ്രാവശ്യം ഉണ്ടായില്ല. അതാണ് എപ്പോഴും എല്ലാ പ്രാവശ്യം ഉണ്ടാവാറ്. കൊതുകടിയും മറ്റുള്ള ജീവികളുടെ കടി ഒഴികെ ബാക്കി ഡോക്ടറെ കൊണ്ട് കാണിക്കേണ്ട അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഈ മാസം ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി സിറ്റിസൺഷിപ്പിൻ്റെയും പിന്നെ ഈ പെർമനന്റ് റെസിഡൻസിൻ്റെയും കാര്യത്തിലൊക്കെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതെല്ലാം വഴി അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഒരു മാസത്തോളമായി നമ്മളും വീഡിയോസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത്, നമ്മൾ പോകുമ്പോൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് പോയതാണ്. ഇനിയിപ്പോൾ വന്നിട്ടൊന്ന് സെറ്റായി എടുക്കാൻ ടൈം കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചപ്പോൾ ഇന്നാണ് അതിന് നല്ലൊരു സ്റ്റാർട്ടിങ്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കണു. ഇപ്പോൾ കുഞ്ഞിൻ്റെ അസുഖങ്ങളെല്ലാം മാറി. പരമാവധി ഇപ്പോൾ അങ്ങനെ എങ്ങാനും ഇപ്പം നിങ്ങൾ നാട്ടിൽ പോയി ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ് ഏറ്റവും നല്ലത്. കാരണം ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് തന്നെ കുറച്ചും കൂടി സമയം എടുക്കും. ഇത് അവിടെ ഇട്ട് ഡ്രിപ്പ് ഇട്ട് അവിടെ അവരപ്പം തന്നെ ഈ 24 മണിക്കൂറും ഒബ്സർവേഷൻ പോലുള്ള കാര്യത്തിലാണ് അവർ ചെയ്തായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അവർ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച്, കുന്നംകുളത്തെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇനി അടുത്ത വീഡിയോകളിൽ ഇതെല്ലാം പറയാം. പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസം ഇനി വീഡിയോ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. നടക്കുമെന്ന് അറിയില്ല, പക്ഷെ പരമാവധി ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയറിൻ്റെ ഒരു റെസൊല്യൂഷനാണത്. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ല. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന വീഡിയോകളിലെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സിയ ടോബി. ബൈ.